ഹായ് ഹലോ. ഇത് ഇന്നലത്തെയോ വീഡിയോ ഒന്നുമല്ല കേട്ടോ. കറക്റ്റ് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ശനിയാഴ്ച എടുത്ത വീഡിയോ കേട്ടോ. അപ്പോൾ ഏട്ടൻ എന്നെ ഓഫീസിൽ നിന്ന് കൂട്ടിയിട്ട് നേരെ പോവുക കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് ഞാനിതാ പാട്ട് നല്ല ഒച്ചത്തിൽ വെക്കുക കേട്ടോ. എനിക്ക് വണ്ടി പോകുമ്പോൾ പാട്ട് നല്ല ഒച്ചത്തിൽ വെക്കണം, ഇല്ലെങ്കിൽ പിന്നെ വെക്കരുത്. അത്രയേ ഉള്ളൂ. ഒരു ഫീൽ കിട്ടണമെങ്കിൽ ഉറക്കെ വെക്കണം. അങ്ങനെ പോകുന്ന വഴിക്ക് മഴ പെയ്യുക, കുറച്ച് സ്ഥലത്ത് പെയ്യുക, കുറച്ച് സ്ഥലത്ത് തോരുക, അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ വഴിക്കടവ് പാലാട്ടോ. പാലത്തിന് അപ്പുറത്ത് നല്ലൊരു പുഴയാണ്. പക്ഷേ പുഴ നിങ്ങൾക്ക് കാണിച്ചു തരാൻ എനിക്ക് പറ്റിയില്ല, ഗ്ലാസ്സിൽ നിറച്ച് വെള്ളമായതുകൊണ്ട്. അങ്ങനെ ഞങ്ങളിതാ വന്ന് നമ്മൾ ആയിക്കാംപോയിൽ അങ്ങാടി എത്തി. അപ്പം നമ്മൾ എവിടേക്കാണ് അറിയോ പോകുന്നത്? അനിയത്തീൻ്റെ വീട്ടിൽ പോവാം കേട്ടോ. എൻ്റെ നമ്മുടെ മോൻ അവിടെയാണുള്ളത്. അപ്പോൾ അവനെ കൂട്ടാൻ വേണ്ടി പോക്കാട്ടോ. അപ്പോൾ പോകുന്ന വഴി നല്ല രസമാണ്. രണ്ട് സൈഡും കുന്നും മലയും കോടമഞ്ഞൊക്കെ ആയിട്ട് നമ്മൾ കക്കാടംപൊയിൽ പോകുന്ന അതൊരു ഫീൽ തന്നെയാണ് കേട്ടോ കിട്ടുക. അങ്ങനെ ഇതാ അവരെ അങ്ങോട്ടേക്ക് തിരിഞ്ഞിട്ടു. പക്ഷെ പോകുന്ന വഴി അത്ര നന്നൊന്നും അല്ല കേട്ടോ. ഫുള്ള് കുണ്ടും കുഴിയൊക്കെയാണ്. റോഡ് പണി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും ഏട്ടനും ഇതാ പാട്ടൊക്കെ പാടിയിട്ടാട്ടോ പോകുന്നത്. ഭയങ്കര പാട്ടുകാരിയെന്ന വിചാരം, പക്ഷെ ഒന്നും അറിയത്തില്ല. അങ്ങനെ ഇതാ ആ ടേണിങ് കഴിഞ്ഞ് അവരുടെ വീട്ടിലോട്ട് കയറുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ രണ്ട് സൈഡും നല്ല പച്ചപ്പും നല്ല കുന്നും മലയും നല്ല കുത്തനെയുള്ള കയറ്റത്ത് കണ്ടോ എന്ത് കയറ്റാന്ന് നിങ്ങൾക്ക് മനസ്സിലായി? വണ്ടിയുടെ ബോണറ്റ് വരെയാണ് കാണുന്നത്, അത്രയും കയറ്റാണ്. അപ്പോൾ രണ്ട് സൈഡ് റിസോർട്ട്. ഇതൊരു റിസോർട്ട് കേട്ടോ. അപ്പോൾ മോളൊന്ന് വണ്ടിയൊന്നും വരരുതേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോകുന്നത്. വണ്ടി വന്നു കഴിഞ്ഞാൽ സൈഡ് കൊടുക്കാൻ പറ്റൂല. ഇത് വേറൊരു റിസോർട്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ച് പോകുന്നതാ. വീട്ടിലെത്തിയിട്ടോ. ഇതാട്ടോ വീട്. അങ്ങനെ അവിടെ നിന്ന് ചായ എല്ലാം കുടിച്ച് വർത്താനെല്ലാം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ ചക്കയും മാങ്ങയൊക്കെ അവിടെ ഇഷ്ടം പോലെ കേട്ടോ. അപ്പോൾ ചക്ക പറിക്കാൻ പോയില്ല, മാങ്ങ പറിച്ചു. തോട്ടി എടുത്തിട്ട് മാങ്ങ പറിക്കാമെന്ന് വിചാരിച്ചു, കുറച്ച് മാങ്ങ കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ അവിടുത്തെ മാങ്ങ പോരാതെ നമ്മൾ അപ്പുറത്തെ പറമ്പിൽ മാങ്ങ പറിക്കാൻ വേണ്ടി പോകാം കേട്ടോ. ആ മാവിലെന്ന് പറഞ്ഞാൽ ഒരു ഇല കാണാത്ത രീതിയിൽ മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അവിടെ അതാ ഏട്ടൻ പെറുക്കുന്നുണ്ട്. എനിക്ക് സേഫായിട്ടൊരു കല്ലിൽ കയറിയിരുന്നു ഞാൻ, ഇല്ലെങ്കിൽ അട്ടപ്പുഴു കടിക്കും. അവിടെ അട്ടപ്പുഴുണ്ട് ഗൈസേ. ഇവർക്കൊക്കെ പിന്നെ അതൊരു ശീലമായി. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന കാരണം പറഞ്ഞ് ഒരു കല്ലിൽ നല്ല സേഫായിട്ട് നോക്കി നിന്ന് കേട്ടോ. അങ്ങനെ ഇതാ എല്ലാം എടുത്ത് ഞങ്ങൾ പാക്കാക്കി തിരിച്ചിതാ പോവുക കേട്ടോ. വണ്ടിയിൽ വെച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ സീനൊന്നുമില്ല കേട്ടോ. തിരിച്ചു പോകുമ്പോൾ ഇങ്ങനെ ഇറക്കായതുകൊണ്ട് അങ്ങനെ ഇറങ്ങി അങ്ങോട്ട് പോവാൻ സുഖം. ഇതാട്ടോ അങ്ങാടി. അങ്ങനെ ഏത് കാലത്തും മഴയുള്ള ഇവിടെ ഞങ്ങൾ പോന്നപ്പോൾ എന്തോ ഒരു ഭാഗ്യത്തിന് മഴ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ എപ്പോഴും എങ്ങനെ പോന്നാലും മഴയായിരിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ താഴെ ഇറങ്ങി പോവുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ എലന്തുകടവ് പാലം. ഇതാ പാലെത്തിട്ടോ. നല്ല പുഴയും നല്ല വലിയൊരു പുഴയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ പലപ്പോഴും പാസ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ഇവിടെ വണ്ടി നിർത്തി പുഴ കാണാനോ വീഡിയോ എടുക്കാനോ ഫോട്ടോസ് എടുക്കാനോ നിൽക്കാറില്ല. ടൈം ഉണ്ടാവാറില്ല. ഇപ്പോഴും ടൈമൊന്നും ഇല്ല, എന്നാലും ജസ്റ്റ് അങ്ങോട്ട് നിർത്താമെന്ന് വിചാരിച്ച് നിർത്തിയതാട്ടോ. അങ്ങനെ ഞാനും സിദ്ധു ആദ്യം വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോന്നു കേട്ടോ. ഏട്ടൻ വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിട്ട് പയ്യതേ പോരുന്നുള്ളൂ കേട്ടോ. ഇതാണ് ഇലന്തുകടവ് പാലം, ഇലന്തുകടവ് പുഴ. നല്ല ഭംഗിയല്ലേ കാണാൻ? ഇത് വൈകുന്നേരമായിട്ടോ, സന്ധ്യ ആയിട്ടുണ്ട്. ഒരു 6:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അവിടെ നിന്നിട്ട് സിദ്ധുവിനോട് പറയാം, അവിടെ കുളിക്കുന്നുണ്ട്, ആരോ കുളിക്കുന്നുണ്ട് അവിടെ. ഉടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ചേട്ടനെയും കണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരുട്ടോ. തിരിച്ചു പോരുമ്പോൾ സിദ്ധുവിന് തിരിച്ചു പോരാൻ തോന്നില്ല. സിദ്ധു എന്തോ എടുത്ത് എറിയ താഴത്തോട്ട്. അപ്പോൾ ഏട്ടനോട് അങ്ങനെ പിടിക്കും ഇങ്ങനെ പിടിക്കും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക കേട്ടോ. വീഡിയോ ഏട്ടൻ അത്ര വീഡിയോ പിടിക്കാനൊന്നും അറിയില്ല. ഫ്രണ്ട് ക്യാമറയിൽ, ബാക്ക് ക്യാമറയിൽ ഏട്ടൻ പിടിച്ചു തരില്ല തന്നെയാണ് എല്ലാ വീഡിയോയും ഏട്ടന്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോരുമ്പോൾ ഒരാൾ ഇങ്ങനെ വണ്ടിക്കകത്ത് കയറിയിരിക്കുള്ളൂ. നമ്മളെല്ലാവരും മുമ്പിലോട്ട് നോക്കിയിരിക്കുമ്പോൾ അവൻ നേരെ ബാക്കിലോട്ട് നോക്കിയിരിക്കും. അങ്ങനെ എനിക്ക് ഒരു സാധനം വാങ്ങാണ്ടായിരുന്നു തിരുവമ്പാടിയിൽ. അപ്പോൾ അത് അവിടെ നിന്ന് ഞാൻ പറയാതെ ഇങ്ങോട്ട് തിരിയുമ്പോൾ പറഞ്ഞു. അതുകൊണ്ട് ഏട്ടൻ പറഞ്ഞു നടന്നു പോകാമെന്ന്. അങ്ങനെ നടന്നു പോകുന്ന വഴിയിൽ ഏട്ടൻ ആ ടയർ പീടികയിൽ കയറിയിട്ട് എന്തോന്ന് ചോദിക്കട്ടെ, എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ തിരുവമ്പാടി അങ്ങാടി കൂടെ ഞങ്ങൾ നടന്ന് പോവുക കേട്ടോ. അപ്പോൾ സൂര്യ സിൽസിലേക്ക് തന്നെയാണ് കേട്ടോ പോകുന്നത്. എനിക്ക് 2 പാൻറ്റ് വാങ്ങാനായിരുന്നു കേട്ടോ. എൻ്റെ വൈറ്റ് പാൻറ്റും ബ്ലാക്ക് പാൻറ്റും കേടായി. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി പോയതായിരുന്നു. അപ്പോൾ അത് മേടിച്ച് ഞങ്ങൾ ഇറങ്ങി നേരെ സിൽവർ സ്പൂണിലേക്ക് വന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഫുഡ് കഴിച്ചപ്പോൾ മോനുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അവനെ കൂട്ടാത്തതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. അപ്പം അത് ഇന്നങ്ങ് തീർക്കാമെന്ന് വെച്ചിട്ട് നേരെ അവനെയും കൂട്ടി ഞങ്ങൾ സിൽവർ സ്പൂണിലേക്ക് പോന്നു. അങ്ങനെ ഫുഡെല്ലാം ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഞങ്ങളിന്ന് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് പോയി.